തിരിപ്പിച്ചിട്ടാ വണ്ടി ഇവിടുന്ന് തിരിപ്പിച്ചുവിടാ. കാര്യങ്ങൾ പറയാം. രണ്ട് ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ചല്ലേ. ഇന്നലെ ഇന്നും ഓരോട് പോകരുത്, വിനോദയാത്രക്ക് പോകരുതെന്ന് പറയാം. അപ്പോൾ നാളെയും കൂടി ഇന്നും കൂടി സഹകരിക്കാം. അപ്പം ദയവ് വിചാരിച്ച് യാത്രക്കാർ ശ്രദ്ധിക്കുക. കേരളത്തിൽ നിന്ന് ഗൂഡല്ലൂർ ഭാഗത്ത് കയറുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇന്നലെ ഇന്നും അവിടെ പ്രഖ്യാപിച്ച ഹർത്താലിന് നമ്മൾ സഹകരിച്ചു കൊടുക്കുക. ഇവിടെ വഴിക്കടവ് ആനമറയിൽ പോലീസുകാർ വണ്ടികൾ തടഞ്ഞതിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സ്വന്തം റിസ്കിൽ പോകുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. കാണാൻ എന്താ പറയല്ലേ, ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ വഴിക്കടവ് പോലീസ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു 2 ദിവസമായിട്ട് പോലെ ഹർത്താൽ പ്രഖ്യാപിച്ചേക്കാണ് വന്യമൃഗശല്യത്തിനെതിരെ. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടി. നാളെ സുഖമായിട്ട് പോകാമല്ലോ. അപ്പോൾ ഇന്ന് 27, 28 ഈ 2 ദിവസം നമ്മൾ സഹകരിച്ചു കൊടുക്കുക. പോലീസുകാർ പറയുന്നത് സ്വന്തം റിസ്കിൽ പോകാനാണ്. കാരണം ഇവിടുന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്നലെയൊക്കെ ഒരുപാട് വണ്ടിൻ്റെ ചില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടെന്ന് പറയുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളില്ലെങ്കിൽ യാത്ര നമ്മൾ മാറ്റി വെക്കുക. ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഓൾക്ക് സപ്പോർട്ട് ചെയ്യാം. അവിടുത്തെ ജനങ്ങളെ സ്വത്തിനും ജീവനൊക്കെ ഭീഷണിയായതുകൊണ്ട് ഒരു പ്രഖ്യാപിച്ച ഹർത്താലാണ്, 2 ദിവസത്തെ ഹർത്താലാണ്. അപ്പോൾ അതിന് നമ്മൾ സഹകരിച്ചു കൊടുക്കുക. അത്യാവശ്യം ഒഴിവാക്കില്ല. നാളെ പോവാം കേട്ടോ.